ഹായ് ഓൾ, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീന ഉബൈദ്. ഇന്ന് നേഹമോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നേഹമോൾക്ക് കുഞ്ഞൊരു സർപ്രൈസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തൊക്കെയെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ ഇതാ ഡ്രസ്സും ഗിഫ്റ്റും സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ എല്ലതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നുസി നേഹമോളമ്മ വന്നിട്ട് 2 ദിവസം ഞങ്ങൾക്ക് ഇതിൻ്റെ ഓരോ അലച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെയാണ് വാങ്ങിക്കണം. അപ്പോൾ അവൾക്ക് ഇങ്ങനെയുള്ള ഈ ചോക്ലേറ്റ് കാര്യങ്ങൾ, അതുപോലെ സ്റ്റിക്കർ, കളർ പെൻസില്, ഡ്രോയിങ് ബുക്ക്, അതൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. ആൾ അത്യാവശ്യം ഒരു വരക്കണൊക്കെ ഡ്രോയിങ്ങൊക്കെ കുറച്ച് ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അവൾക്ക് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കേക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ വീട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നാലും അവർ എല്ലാ സ്ഥലവും ചെക്ക് ചെയ്യും. ഇത് കോണിക്കൂടിൻ്റെ മേലെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ടാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. റൂമിലും അലമാറയിലൊക്കെ വെച്ച സ്കൂളിട്ട് വന്നാൽ പിന്നെ ഇവിടെയും വന്ന് കളിക്കും. അപ്പോൾ ഇവിടെയും ഒന്നും വെക്കാൻ പറ്റില്ല, എല്ലാതും അവർ തപ്പി നോക്കി എല്ലാതും എടുക്കൂട്ടാ. ഒന്നും അങ്ങനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ കേക്കും വാങ്ങിയിട്ടുണ്ട്, ചെറിയൊരു കേക്കാണ്. ഇപ്പോൾ അതാ ഒരു 12 മണിക്ക് ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് അനിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിച്ചു വന്നിട്ടുണ്ട്. നിച്ചു നേഹൻ്റെ കാക്കയാണ് കേട്ടോ. അപ്പോൾ അവളും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടി പോവുകയാണ്. അങ്ങനെ അതാ 12 മണിയായപ്പോൾ ഞങ്ങൾ നേഹമോളെ വിളിക്കുക. നേഹമോൾ ഉറങ്ങണം കേട്ടോ. അതുവരെ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നുസി പറഞ്ഞ്. എനിക്കെന്താണ് അവൻ മെച്ചിയൊന്നും ഉറക്കം കിട്ടണില്ല, ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ കിടന്ന പാടനെ ഞാൻ ഉറങ്ങണതാണ്, ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ എന്താണാവോ എന്നുള്ളതിൽ മദ്രസയിലേക്ക് ടൈം അയക്കണമെന്നുള്ളതിൽ എണീറ്റതാണ്. എന്നിട്ട് ആൾ പോയി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിട്ട് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. കിട്ടിന ഇങ്ങനെ എന്താ വിചാരിച്ച് മദർസയിലേക്ക് നീച്ചതാ? പല്ല് വെച്ചിട്ട് ചെറുക്ക് പല്ല് ഹോസ്പിറ്റലിൽ പോകല്ലേ പല്ല് അങ്ങനെ പൊട്ടിക്കുന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേഹമോൾ എണീറ്റ് വരുമ്പോൾ തന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അത് പൊട്ടിയില്ലട്ടെ. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ആ ഒരു സംഭവം പൊട്ടൂല. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ നേഹമോളോട് ചോദിച്ചു, ഈ മദ്രസയിലേക്ക് എണീറ്റതാണോ, എന്താണ് ഈ വിചാരിച്ച് വിളിച്ചപ്പോഴും എന്താ തോന്നുന്നത്, അവൾക്ക് സ്റ്റിക്കർ വേണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അനിയത്തി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. എല്ലാവർക്കും കൊടുത്തോട്. ഹലോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് നെഹമോളും സന്തോഷത്തിലായി. നെഹമോൾക്കും നല്ല സന്തോഷമായി, നമ്മൾക്കും അതിലേറെ സന്തോഷമായി. നമ്മൾ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ടും അതുപോലെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കണം. അവർക്ക് നല്ല സന്തോഷം. അപ്പോൾ ഈ ഒരു വാച്ച് ഇൽമോന് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സൊക്കെ ഞങ്ങൾ വേറൊരു ദിവസം പോയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ അവളോട് ഡ്രസ്സൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പിറ്റേ ദിവസം പോയതിന്. സ്കൂളിലേക്ക് മിഠായി കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ അവിടേക്ക് ഒരു ലൈബ്രറിയിൽ വെക്കാൻ ഒരു ബുക്കാണ് വാങ്ങിയത്. പിന്നെ മദ്രസയിലേക്ക് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മദ്രസയിലേക്ക് മിഠായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കണേ. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കുക. ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും
കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞ് 12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ പീസ് കേക്കൊക്കെ കഴിച്ച് പിന്നെ ഞാനും മോന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് മോനെ എവിടെയെന്നൊക്കെ. മോന് ബാംഗ്ലൂർ പഠിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മൾ ഞാൻ ലൈവ് ഇടുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, മോന് വന്നോ, മോന് വിളിക്കാറുണ്ടോ എന്നൊക്കെ. നിങ്ങളെ ഈ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ മോനിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിപ്പോൾ ഇവിടെ ഉണ്ട്. ഒരു 15 ദിവസത്തെ ഒരു ലീവിന് അവന് വന്നതാണ്. അവന് പെട്ടെന്ന് തന്നെ തിരിച്ച് പോകും. ഇപ്പോൾ ഇതാ നേമോൾക്ക് ഈ ഒരു ഇതാണ് കേട്ടോ ഇഷ്ടമായിട്ടുള്ളത്, കളർ പെൻസിൽ, അതുപോലെ എന്തൊക്കെ കുറേ സ്റ്റിക്കറിൻ്റെ ഹവായി സ്റ്റിക്കർ, എന്തൊക്കെ സ്റ്റിക്കറിൻ്റെ പേരൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലതും കഴിഞ്ഞിട്ട് നിച്ചുവിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ